എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള അനേകം ചർച്ചകളിൽ അതിൻ്റെ ആരംഭകാലത്ത് തന്നെ തന്ത്രി അറിയാതെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് താങ്കൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഈ അടരടരുകൾ നീക്കി നീക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ അറ്റത്ത് അത് തന്ത്രിയിലേക്ക് ചെന്നെത്തും എന്ന് താങ്കൾ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു അനാവശ്യമായി തന്ത്രിയെ പോലെ ഒരാളെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുതെന്ന്. അനാവശ്യമായി അദ്ദേഹത്തെ ആരോപണം ചൊരിയുകയാണ് നമ്മൾ എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതോ ഈ ഇടപാടുകളിലാകെ സംശയിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയ ആളാണ് തന്ത്രി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ശബരിമല ധർമ്മശാസ്താവാണ്, അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. അതായത് ധർമ്മങ്ങളുടെ നീതിന്യായ വ്യവസ്ഥയുടെയൊക്കെ അതിൻ്റെ ശാസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ധർമ്മശാസ്താവ് എന്നുള്ള രീതിയിൽ അവിടുത്തെ അതിൻ്റെ പിതാവായിട്ടുള്ള ഈ ബഹുമാനപ്പെട്ട തന്ത്രി ആ ഒരു അലങ്കരിക്കുന്ന ആ പദം ആ ഒരു ഇത് അതിന് യുക്തമായ രീതിയിലല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ഉദാഹരണമാണ് ആ വാജിവാഹനം എടുത്തുകൊണ്ട് പോയത്. രണ്ടാമത്തെ കാര്യമാണ് ചന്ദ്രഗ്രഹണ ദിവസം ഇത് ഇളക്കിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്ത്രപരമായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളല്ല, തന്ത്രപരമായിട്ട് ദേവൻ്റെ ആ ശക്തി ചൈതന്യം ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ചീഫ് ഗാർഡിയൻസ് ആയിട്ടുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളിനകത്തുനിന്ന് അത് ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തൊഴുക പോലും ചെയ്യില്ല. അപ്പോൾ അത് അന്നേരം തന്ത്രി അനുജ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ അത് ഇളക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ തന്ത്രം അല്ലെ പൂജാവിധികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൊടൂരമായ കാര്യമാണ്. ഒരു ദേവചൈതന്യത്തെ നശിപ്പിക്കാനായിട്ട് ഈ ദുഷ്ടശക്തികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരിക. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് അജ്ഞത കൊണ്ടായിരിക്കാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച തന്നെയാണ്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളമല്ല ചെയ്തിരിക്കുന്നത്. കാലാകാലങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇതിനകത്തൊന്നും അറിഞ്ഞില്ല. കാര്യം ഇത് മറ്റ് സ്ഥലമല്ല, വാതിലാണ്, കട്ടളയാണ്, ഫ്രണ്ടിൽ കയറുന്ന ദ്വാരപാലക പാളിയാണ്. മറ്റൊരു സ്ഥലത്തല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണോ ശ്രദ്ധയോ പോകാത്തതല്ല. മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ ഫുൾ ടൈം തന്ത്രമാണ്. തന്ത്രി ഫുൾ ടൈം ഉണ്ട്. അമ്പലം തുറക്കണേ അദ്ദേഹം ഉണ്ടല്ലേ തുറക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമല്ല ഇത് ഇളക്കുകയും ഡോറിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അമ്പലം അടച്ചു പോകുന്ന മാസപൂജ സമയത്ത് അടച്ചു പോകുമ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് വന്ന് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ടീമുകൾ കയറി ഇളക്കുമല്ല ചെയ്യുന്നത്. ഇവരുടെ സാന്നിധ്യത്തിൽ ഇവർ തന്നെ അനുജ്ഞ കൊടുത്താണ് ഇളക്കുന്നത്. അപ്പം അനുജ്ഞ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേപ്പറിൽ ഒരു ഓർഡർ കൊടുക്കുമല്ല, ഇന്ന സാധനം ഇളക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുമല്ല. അവിടെ നിന്ന് ആദ്യത്തെ പീസ് അദ്ദേഹം തന്നെ ഉളിയും ചുറ്റിയൊക്കെ മേടിച്ച് ഒരു പീസ് പ്രതീകാത്മകമായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് പണിക്കാരെ കൊണ്ട് ഇളക്കുന്നത്. തിരിച്ചു വെക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണം. അപ്പം അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ സാന്നിധ്യ നിരീക്ഷണങ്ങളിൽ നടന്ന കർമ്മങ്ങളാണ് ഈ പറഞ്ഞ കൊള്ളകളെല്ലാം. ഒരു വിഗ്രഹ പ്രതിഷ്ഠ പോലെ തന്നെ നമ്മൾ ശില്പികൾ വിഗ്രഹം പ്രതിഷ്ഠ സമയത്ത് നമ്മുടെ ആവശ്യമോടുണ്ട് ഇതിൻ്റെ പീഠ ഉറപ്പിക്കാനോ അല്ലെ മറ്റു കാര്യങ്ങൾ. അപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ അവരാ ചെയ്യുന്നത്, അവരാണ് അതിൻ്റെ ഇത് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് ഈ പണിക്കാരല്ല. അതിനകത്ത് മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അത്ര മേൽനോട്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിനകത്ത് ആദ്യം പോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിനകത്തൊക്കെ കുറേ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ അവർ നിൽക്കുന്നത്. ഇപ്പോൾ തന്ത്രി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനായതുകൊണ്ടോ അതിനകത്ത് അങ്ങനെ ഒരു സാധനത്തിനകത്ത് അവർ കൊള്ളയാൻ പാടില്ല, അവരങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു അവരുടെ ആ ഒരു സാങ്കത്യം അതിനകത്തുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുന്നത് നമുക്കെല്ലാം വേദനയുണ്ട് ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ. അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പം, ഇത്ര 3-4 ദിവസം കൂടെ ഉള്ളൂ മകരവിളക്കിന്. അപ്പോൾ മണിക്കൂറുകൾ എണ്ണാവുന്ന സമയം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ ഒന്നും ഒരു തെളിവില്ലാതെ എന്തെങ്കിലും ഒരു ഊഹാഭോഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നു എന്നുള്ളൊരു കണ്ടെത്തലിൻ്റെ പേരിലോ ഒന്നും ആയിരിക്കില്ല. വ്യക്തമായ തെളിവ്, അതായത് സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെ വ്യക്തമായ ഈ പറഞ്ഞ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ തെളിവ് അവരിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് അവർ മുതിരൂ എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അത് വിശ്വാസ സമൂഹം മനസ്സിലാക്കണം. കാര്യം അയ്യപ്പൻ്റെ ചൈതന്യമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന പരശുരാമൻ്റെ കാലം അങ്ങനെയൊന്നുമല്ല. 1902 അവിടെ കണ്ടൊരു പ്രഭാകരും അവിടുത്തെ ആദ്യത്തെ വിഗ്രഹം ഇത് ചെയ്ത് 1950 ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് തന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊന്നുമല്ല. അതിന് മുമ്പ് ഒരു മലയര സമൂഹത്തിന്റെ ആയിരുന്നു. ഈ മലയര സമൂഹത്തിന്റെ ക്ഷേത്രത്തിന്റെ അതിൽപ്പെട്ട ആദിവാസി എന്ന് പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞോട്ട് പറയട്ടെ, രാഹുൽ ഈശ്വർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബ്രാഹ്മണാധിപത്യം വരുന്നതിന് മുമ്പ് അതൊരു മലയര സമൂഹത്തിന്റെ ആയിരുന്നു. ഈ മലയര സമൂഹത്തിൽപ്പെട്ട ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വർ ഇടപെടരുത്, ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ, താങ്കൾ പറഞ്ഞോളൂ.
ഞാൻ പറഞ്ഞോളൂ. അതായത് മധു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഒരു പിടി അരി മോഷ്ടിച്ചതിന്റെ പേരിൽ ഈ വിചാരണയില്ല, കോടതിയില്ല, പോലീസില്ല, മുൻകൂർ ജാമ്യം ഇല്ല, ഒരു കേസും ഇല്ല, അവിടെ സ്പോട്ടിൽ തല്ലിക്കൊല്ലുകയത്. ഇതൊരു ബ്രാഹ്മണം ചെയ്തുകൊണ്ട് ഇതിനകത്ത് വിചാരണ പാടില്ല, പോലീസ് ചോദ്യം ചെയ്യാൻ പാടില്ല, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ശ്രീ മഹേഷ് പണിക്കർ, ഒറ്റ മിനിറ്റ്. രാഹുൽ ഈശ്വർ, അതായത് മഹേഷ് പണിക്കർ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പദവിയുടെ പേരിലോ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ ഒന്നും ഇന്ത്യയിലെ ഈ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലോ ആർക്കും പ്രത്യേക പരിഗണനയോ സംരക്ഷണമോ പരിരക്ഷയോ ഉണ്ടാകില്ല, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന പോയിന്റിലേക്കാണ് ശ്രീ മഹേഷ് പണിക്കർ വരുന്നത്. അതിൽ മറ്റൊന്നും വായിക്കേണ്ട കാര്യമില്ല, അതിൽ ജാതി സ്പർദ്ധയൊന്നും കാണേണ്ട കാര്യമില്ല. ഒറ്റ പോയിന്റേ ഉള്ളൂ ഇവിടെ. അല്ല, നമ്മളെല്ലാവരും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഒന്നാണ്. നമ്മളെല്ലാവരും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിക്കേണ്ടവരാണ്. അത്രേ ഉള്ളൂ. അത് 100% അദ്ദേഹത്തോട് യോജിപ്പാണ്. ശബരിമല എല്ലാ ഹിന്ദുക്കളുടെയും ക്ഷേത്രമാണ്. എല്ലാ ഹിന്ദുക്കളുടെ ഒരു വരി പറഞ്ഞു തീർത്തോട്ടെ, എന്നോടല്ലേ ചോദ്യം. ശബരിമല എല്ലാ ഹിന്ദുക്കളുടെയും ശബരിമല എല്ലാ വിശ്വാസികളുടെയും ആരാധനാലയമാണ്. ഒരു സെക്കൻഡ് അല്ല രാഹുൽ ഈശ്വർ, ശബരിമല എല്ലാ ഹിന്ദുക്കളുടെയും അല്ല, ശബരിമല എല്ലാ വിശ്വാസികളുടെയും ആരാധനാലയമാണ്. ഒരു സെക്കൻഡ് സാർ, ഒരു വരി തരൂ. മലയാളികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് രാഹുൽ ഈശ്വറാണ്. ശരി, അതല്ല നമ്മുടെ വിഷയം. ഞാനാണ്. ശരി, അതല്ല നമ്മുടെ വിഷയം. ഒരു പിടി അരി മോഷ്ടിച്ചതിന് ആ മോഷണം എന്ന് പറഞ്ഞ കർമ്മം ഇവിടെ ഇപ്പൊ ഒരു പിടി അരിയല്ല, അയ്യപ്പന്റെ കോടാനുകോടി വിലയുള്ള സ്വർണ്ണമാണ് ആരോപണം. അപ്പം അത് മോഷ്ടിക്കുന്നതിന് ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് എന്തിനാണ്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, മധുവിനെ സ്പോട്ടിൽ ഒരു നീതിയും ഒരു ഇതും ഇല്ല, സ്പോട്ടിൽ തല്ലിക്കൊല്ലുവായിരുന്നേ. എവിടെയായിരുന്നു പോലീസ്, എവിടെയായിരുന്നു കോടതി, എവിടെയായിരുന്നു രാഹുൽ ഈശ്വർ? അപ്പം ആ ഒരു സ്ഥാനം നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു നമ്മൾ ഇത്ര വളർന്ന ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയിൽ ഇടപെട്ട ആരായാലും ഇനി സോണിയാഗാന്ധിയാണെങ്കിൽ അവരെയും ചോദ്യം ചെയ്യണം, അവരുടെ മൊഴിയെടുക്കണം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ഇപ്പം തന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ പാടില്ല, അദ്ദേഹം എന്തോ വലിയ ഇതാണ്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലാണ് 500 കോടിയോളം വില പറയുന്ന ഈ പറഞ്ഞ വാജിവാഹനം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കുന്നത്. അത് മാറ്റിയിട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ എന്താ ഉറപ്പ്? ഇത് പഴയ 16-ാം നൂറ്റാണ്ടിലെ തന്ത്ര സംശയത്തിൻ്റെ കേസിൽ തന്നെയല്ല പറയുന്നത്. അതല്ലാണ്ട് 2012 ഉണ്ടാക്കിയ ദേവസ്വം ബോർഡായിട്ടുള്ള കരാറുണ്ട്, ഇവർ തമ്മിലുള്ള വേതന വ്യവസ്ഥയുണ്ട്. 400 രൂപ എന്നുള്ളത് 1500 രൂപ ആക്കിയിട്ടുണ്ട് ഒരു ദിവസം, ഒരു മുണ്ടെന്നുള്ളത് 6 മുണ്ടാക്കിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുമ്പോൾ നിയമത്തിന്റെ രീതി നിൽക്കുമ്പോഴത്തേക്ക് ആ നിയമത്തിന് അതായത് രാഹുൽ, വളരെ ലളിതമാണ് ശില്പി ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ വേതനം പറ്റുന്ന ആൾ കൂടിയാണ് തന്ത്രി കണ്ഠര രാജീവർ. ദേവസ്വം ബോർഡിന്റെ വേതനം പറ്റുന്ന ആൾ കൂടിയാണ്. അപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. അല്ല, ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞ പകുതി കാര്യങ്ങളോട് യോജിപ്പാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഹിന്ദു ഐക്യം ഏറ്റവും ഉള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. നൂറ്റാണ്ടുകളായി ജാതീയതയില്ല. ജാതി പറഞ്ഞ് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിപ്പിക്കരുത്. മലയാളികൾക്ക് വേണ്ടി പോരാടിയത് രാഹുൽ ഈശ്വറാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ മധുവിന് ആദ്യം വീട്ടിൽ 1.5 ലക്ഷം രൂപ ശബരിമലയിലെ സ്വർണ്ണം കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്നിരിക്കുന്നു. അത് തന്ത്രി കണ്ഠര രാജീവരുടേതാണ്. അദ്ദേഹത്തിന്റെ അനുജ്ഞ പ്രകാരമാണ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയത്, പാളികൾ പുറത്തു കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.